അപ്പൊ ഇവിടുത്തെ എല്ലാ സൗഖ്യത്തിനും എന്തോ ഉണ്ട്, ഒരു എക്സ്പയറി. അതുകൊണ്ട് സൗഖ്യമല്ല വലിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഏറ്റവും വലിയ വീട് ഉണ്ടായിരുന്ന ആള്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 24,800 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു കേരളത്തിലെ പുള്ളിയുടെ വീടിന്. ആ പുള്ളി കപ്പലിൻ്റെയൊക്കെ ഉടമസ്ഥനായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെ സ്നേഹത്തോടെ കപ്പൽ ജോലിന്നൊക്കെയാണ് പുള്ളി എന്ത് ചെയ്തേ വിളിച്ച്. പുള്ളിക്കാരൻ ആ പെരയുടെ മണ്ടയ്ക്കും താഴെ ചാടി എന്ത് ചെയ്തു, ചത്തുപോയി. ആ പെര ഇപ്പോഴും നിപ്പുണ്ട്, നരിച്ചെറുവ് കയറി കിടക്കുക. താമസിക്കാൻ ആളൊന്നുമില്ലെന്ന് എൻ്റെ അറിവ്. അപ്പം ഇവിടെ വലിയ വീടുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്തോത്രം. ഇവിടുത്തെ വലിയ പണക്കാരന് 150-ലധികം ബാങ്കുള്ള പുള്ളി ഡൽഹി വെച്ച് കെട്ടിടത്തിൽ നിന്ന് വീണെന്ത് ചെയ്തു, മരിച്ചു. ആ കെട്ടിടവും ബിസിനസ്സും എല്ലാം ഉണ്ട്, ആരണ്ടൊക്കെ നടത്തുക. സ്തോത്രം. അപ്പൊ പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇതിനെല്ലാം എന്തോ ഉണ്ട്, പറ എല്ലാവരും. അപ്പൊ ഇവിടുത്തെ പണമല്ല വിഷയം, ഇവിടുത്തെ വീടല്ല വിഷയം, ഇവിടുത്തെ ജോലിയല്ല വിഷയം, ഇവിടുത്തെ സൗഖ്യമല്ല വിഷയം, നിത്യതയാ വിഷയം. നിത്യതയാ. കരമടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പം വാസ്തവത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻട്രൻസ് പാസ്സാകാനല്ല. ഹലോ, വിസ കിട്ടാനല്ല, PR കിട്ടാനല്ല, OET പാസ്സാകാനല്ല, കല്യാണം നടക്കാനല്ല. അതെല്ലാം നടന്നോളും, അതെല്ലാം നടന്നോളും. നിങ്ങൾ ആര്യഭവനിൽ കയറി ഒരു നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത്, ഒരു 4 സൈസ് ചമ്മന്തി, 2 സൈസ് സാമ്പാർ, ഒരു ചൂടുള്ള ഉഴുന്നുവട. ഇതൊന്നും നമ്മൾ ചോദിച്ച സാധനങ്ങളല്ല. നമ്മളാകെ ഒരു നെയ് റോസ്റ്റേ ചോദിച്ചോളൂ. അപ്പൊ അതൊരു പാക്കേജാ. നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത ബാക്കി എല്ലാ സാധനവും ആ പാക്കേജ് വെള്ളം സഹിതം. ഒരല്ലേ പറഞ്ഞേ. അപ്പൊ അതിനു വേണ്ടി ഉപവസിക്കണ്ട, അത് രക്ഷയ്ക്കകത്തുണ്ട്. നിന്റെ രക്ഷയ്ക്കകത്ത് അതെല്ലാം ഉണ്ട്. സന്തോഷമുള്ളവർ രാത്രി ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ലഭിച്ച രക്ഷ എന്ന പാക്കേജിൽ രോഗശാന്തിയുണ്ട്, ഭൂതശാന്തിയുണ്ട്, വഴി തുറക്കും, നൂറ്റന്റെ കോട്ടയിടെയും എല്ലാം ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതിനായിട്ടൊന്നും പ്രത്യേകിച്ച് എന്ത് ചെയ്യണ്ട, ഉപവസിക്കണ്ട. നീ രക്ഷിക്കപ്പെട്ടതാണോ? നിന്റെ രക്ഷ യഥാർത്ഥമാണോ? ആണെങ്കിൽ സിയോനിൽ നിന്ന് തന്റെ ജനത്തിന് രക്ഷ വന്നാൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ഹല്ലേലൂയ. എൺപത്തിനാലിൽ ഈ രക്ഷ എന്നിൽ വന്നു, എന്റെ സ്ഥിതി മാറി. യാക്കോബ് സന്തോഷിച്ചു, ഇസ്രായേൽ ആനന്ദിച്ചു. ഞങ്ങളുടെ വീട് മൊത്തം ആനന്ദിക്കുക. രക്ഷയകത്ത് വന്നാൽ മതി. അപ്പൊ രക്ഷ യഥാർത്ഥമാണ്, വാക്ക് അതിന് പുറകിലുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം കൂടെ കിട്ടിയിട്ട് 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന യൂദ കെട്ടിയാന്ന് ചത്തു. 3.5 വർഷം ഏലിശയുടെ കൂടെ നടന്ന ഗേഹസി കുഷ്ഠം വന്ന് ചത്തു. 7 വർഷം പൗലോസിന്റെ കൂടെ നടന്ന ദേമാസ്, ഹലോ, എന്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ആരുടെ കൂടെ നടന്നിട്ട് കാര്യമില്ല.
ശക്തന്റെ കൂടെ നടന്ന ദേമാസ് പോയി, യേശുവിന്റെ കൂടെ നടന്ന യൂദാ പോയി, ഇരട്ടി ആത്മശക്തി ഉള്ളവന്റെ കൂടെ നടന്ന ഗേഗസി പോയി. ഹലോ, അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് ലാസ്റ്റ് വരെ നിൽക്കാൻ വേണ്ടിയാ. ഓ ഹല്ലേലൂയ. അപ്പൊ ഈ ഉപവാസം രക്ഷയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അല്ലാതെ ഇവിടെ എന്തേലും തട്ടിക്കൂട്ടാനല്ല. ഞാൻ ഉറപ്പ് പറയുക, നിന്റെ വഴി ദൈവം തുറക്കും. ഉറപ്പാ. നിന്റെ ശൂന്യത ദൈവം മാറ്റും. നിന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കും. നിന്റെ മക്കൾക്ക് തലമുറയെ ജനിക്കും. നിനക്ക് വീട് കിട്ടും. ഇതെല്ലാം രക്ഷയ്ക്കകത്തുണ്ട്. നീ ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് രാത്രി നീ പറഞ്ഞ് പ്രാപിക്കാമെങ്കിൽ ഇതെല്ലാം ദൈവം അതിന്റെ സമയത്ത് തരുമെന്ന് ഉറപ്പുള്ളവര്. ഹല്ലേലൂയ. പക്ഷേ ഉപവാസം ഞാൻ എൻ്റെ ഈ ജഡത്തെ, എൻ്റെ ഈ ശരീരത്തെ, പാപം വസിക്കുന്ന എൻ്റെ ശരീരത്തെ, കൺമോഹമുള്ള എൻ്റെ ശരീരത്തെ, ജഡമോഹമുള്ള എൻ്റെ ശരീരത്തെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഒന്ന് ദണ്ണിപ്പിച്ച് ഇങ്ങനെ അടിമയാക്കുക. എന്നോട് പറയും, നേരം വെളുത്ത് 7 മണിയായില്ലേ, കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഷുഗർ കൂടും, പ്രഷർ കൂടും, കൊളസ്ട്രോൾ കൂടും, അസിഡിറ്റി ഉണ്ടാകും, ഗ്യാസ് മാറത്തില്ലെന്നൊക്കെ എൻ്റെ ജഡം പറയും. സ്തോത്രം. ഉടനെ നമ്മൾ പറയും അസിഡിറ്റിയൊക്കെ ഉണ്ടാകുമെങ്കിൽ പിന്നെ അത് ഇച്ചിരി എന്തെങ്കിലും എന്ത് ചെയ്തേക്കാം, കഴിച്ചാൽ. ഇപ്പോൾ ഒരു ഇഡ്ഡലി ഒന്നും കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇനി ഇഡ്ഡലി കഴിച്ചാൽ പാസ്റ്റർക്ക് കുഴപ്പമാണെങ്കിൽ ഞാൻ ഇഡ്ഡലിയും അവക്കാഡോയും മുട്ടയും കൂടെ അടിച്ച് ജ്യൂസാക്കി കുടിച്ചാൽ, അല്ലെ, കരപദാർത്ഥമായിട്ട് കഴിച്ചാലേ പ്രശ്നമെങ്കിൽ. ഹലോ, അപ്പൊ ഈ ജഡം ഇങ്ങനെ നമ്മളോട് പറയും, ഞാൻ അതിനെ ദണ്ണിപ്പിക്കുക, മര്യാദയ്ക്ക് അവിടെ ഇടാം എന്ന് പറഞ്ഞ് ഞാൻ ഒതുക്കുക. എന്തിനാണെന്നറിയാമോ? എൻ്റെ അകത്തെ മനുഷ്യൻ വളരണം, എൻ്റെ ജഡമനുഷ്യൻ ഒതുങ്ങണം. ഓ, പി സി ചെറിയാൻ പാസ്റ്ററും ബിജു പാസ്റ്ററിലും എല്ലാം പാസ്റ്ററും ഒക്കെ നമ്മുടെ ഒരു പഴയ മനുഷ്യനുണ്ടല്ലോ. എൻ്റെ പ്രായം നിങ്ങളവിടെ പറയരുത്. ഇന്നൊരാളെന്നോട് ചോദിച്ചു 75 വയസ്സുണ്ടോന്നാ. സ്തോത്രം. എങ്കിലും 75 ഇല്ല, എന്നാലും ഒരു 10 വയസ്സ് കുറച്ചുണ്ട്. അപ്പോൾ എന്നിൽ 65 വയസ്സുള്ളൊരു മനുഷ്യനുണ്ട്. ആരുണ്ട്? 42 വയസ്സുള്ള വേറൊരു മനുഷ്യനുണ്ട്. ഇവർ തമ്മിൽ എപ്പോഴും വലിയ വടംവലിയാണ്. 42കാരൻ പറയും മുഴങ്കാലം മടക്കട, ഇന്ന് ഫുൾ പാസിംഗ് എടുക്കട, വേദപുസ്തകം വായിക്കട, ആത്മാവിൽ ആരാധിക്കട, ആരാധനയ്ക്ക് പോടാ എന്നെല്ലാം ഈ 42കാരനോട് പറയും. അപ്പോൾ 65കാരൻ പറയും, ഓ, സ്റ്റെപ്പ് കയറി വരണ്ടേ, ലിഫ്റ്റ് ഇല്ലല്ലോ, കാലിന് മുട്ടിനൊക്കെ വേദനയല്ലേ, മഴയും പെയ്യുന്ന ഉണ്ടല്ലോ, ഇന്നിപ്പോൾ പോയില്ലേലും കുഴപ്പമില്ല, വീട്ടിലിരുന്നാൽ ലൈവായിട്ട് നമുക്കിത് കാണാം. ഇപ്പം അങ്ങോട്ട് ചെന്ന് അടിച്ചില്ലായിരുന്നാ കുഴപ്പം, വീട്ടിലിരുന്നാലും നമുക്ക്. അപ്പോൾ എൻ്റെ 65കാരൻ പറയും, ഷുഗറും ഒക്കെ അല്ലേ, തന്നെ ഇപ്പോൾ ഒരു ചെറിയ വൈറൽ ഫീവറൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഞാൻ അപ്പുറത്തിരുന്ന് അമ്മാമ്മ ചുമയ്ക്കുന്നത് കണ്ടായിരുന്നു, ഇപ്പുറത്തെ അച്ചായൻ മൂക്ക് ചുറ്റുന്നേ കണ്ടായിരുന്നു, പുള്ളി മാസ്ക് കെട്ടിക്കൊണ്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇനി എന്തെങ്കിലും പിടിച്ചോണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എൻ്റെ 65കാരൻ പറയും, വീട്ടിൽ ഇരിക്കടാന്ന് പറയും. അപ്പം 41കാരൻ പറയും, എടാ പോടാ, യോഗത്തിന് പോടാ, എടാ അവിടെ ചെന്ന ശുശ്രൂഷ വേറൊരു നിലയിലാണ്, നീ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടുക. അപ്പോൾ 65കാരൻ പറയും, അങ്ങനെയൊക്കെ ആളുകൾ പറയും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് ആരോഗ്യം 65കാരനാണ് 42കാരനെ വീട്ടിയിരുത്തും. ആരോഗ്യം 65കാരനാണെങ്കിൽ അവൻ ഒതുക്കി മറ്റോൻ എന്ത് ചെയ്യും? 42കാരനാണ് ആരോഗ്യമെങ്കിൽ 65കാരനെ ഒതുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ,
മനസ്സിലാകുന്നുണ്ടോ? ഈ ഉപവാസം എന്ന് പറയുന്നത് നിന്റെ പഴയ മനുഷ്യനെ നീ ഒതുക്കുക. അവന് കുറെ രാഗങ്ങളുണ്ട്, അവന് കുറെ മോഹങ്ങളുണ്ട്. അവന്റെ മോഹം ഇങ്ങനെ അകത്ത് ഗർഭം ധരിക്കുക, എന്നിട്ട് അതിങ്ങനെ പാപത്തെ പ്രസവിച്ചുകൊണ്ടിരിക്കുക. ആ മോഹമുള്ള മനുഷ്യനെ അതിന്റെ രാഗമോഹത്തോടെ ക്രൂശിച്ചിട്ട് അകത്തെ മനുഷ്യനെ ഇങ്ങനെ ബലപ്പെടുത്തുക. ഇത് രാത്രി മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കണം. നിന്റെ പുറമേയുള്ള മനുഷ്യൻ മരിച്ചിട്ട് ഹല്ലേലൂയ ചുടബരബലബസ് ദാഹമുള്ള, ക്ഷീണമുള്ള, പകയുള്ള, കോപമുള്ള, അസൂയയുള്ള, വിടക്ക് കണ്ണുള്ള, ദുഷ്ടതയുള്ള, ചതിവുള്ള, വഞ്ചനയുള്ള നിന്റെ പഴയ മനുഷ്യൻ ചാകണം. എന്തുവാ അസൂയ? എന്തുവാ അസൂയ? ഗ്രീക്കിൽ പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാം. എനിക്കില്ലാത്ത എന്തോ ഒന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട CS ബിജുപ്പാസൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണുമ്പോൾ PC ചെറിയാൻ ഉണ്ടാകുന്ന സോക്കേടിന്റെ പേരാണ്. അത് ഞാൻ ഗ്രീക്കിൽ പറയണ്ടല്ലോ? വേണ്ട വേണ്ട, മനസ്സിലായല്ലോ അല്ലേ? സ്തോത്രം. എന്താ നിഗളമെന്നറിയാമോ? പാസ്റ്റർ CS ബിജുവിനില്ലാത്ത എന്തോ ഒന്ന് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുമുണ്ടെന്ന് രണ്ടാമത്തെ സോക്കേടിന്റെ പേരാണ് നിഗളം. പിന്നെ നമ്മുടെ ഭാവം തന്നെ മാറും. നമ്മളെ പോകുന്നതും വരുന്നതൊക്കെ കണ്ടല്ലോ, ഏതാണ്ട് സംതിങ് ആണെന്ന് തോന്നുന്നു. നീ എന്നോ സംതിങ്ങാ, ഒരു ഞരമ്പ് വലിച്ചാൽ പോയില്ലേ? നീ എന്നോ സംതിങ്ങാ. ഈ നിപ്പിലൊരു ഞരമ്പ് വലിച്ചാൽ സ്വരവും പോയി, പാട്ടും പോയി, പ്രസംഗവും പോയി. എടാ, ഈ സ്വരം പോയാ പിന്നെ ആർക്ക് വേണം? ഒരലലി പറഞ്ഞേ, നീ പിന്നെ ഇതിനെ ഞെളിയുന്നേ. ഹലോ, നമുക്ക് ഞെളിയാനൊന്നുമില്ലെന്ന്. താണോണം. എല്ലാ ഉന്നത ഭാവങ്ങൾ, എല്ലാ ഉന്നത ഭാവങ്ങൾ, നീ ഏതാണ്ടൊക്കെയാണെന്ന സംതിങ്ങുകൾ എല്ലാം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മാറിയിട്ട് ഹല്ലേലൂയ. എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന മോൻ വന്നിട്ടുണ്ട്, സഹോദരൻ. ഞങ്ങളുടെ സാമുച്ചായൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ സഹോദരനാണ്. അദ്ദേഹം ഈ വണ്ടിയിലൊക്കെ നല്ല പഴയ പാട്ട്, എനിക്ക് പോലും അറിയത്തില്ലാത്ത പഴയ ക്രിസ്തീയ പാട്ടുകളുണ്ട് കേട്ടോ. നമുക്കും അറിയത്തില്ലല്ലോ, നമുക്കിപ്പോൾ അറിയാവുന്നില്ല പുതിയ പാട്ടുകളാണ് അല്ലേ? പഴയ നല്ല പാട്ട് പുള്ളിക്കറിയാം. അതൊക്കെ പാടി ഇരുന്ന പുള്ളിയുടെ പാട്ടൊരു ദിവസം പതുക്കെ കുറയാൻ തുടങ്ങി, ശബ്ദം പഴുക്കെ താഴാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, സാമിച്ച എന്തോ പറ്റിയ? എനിക്കും അറിയത്തില്ല, പക്ഷേ ശബ്ദം അങ്ങോട്ട് ഈയിടെയായിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ചുമ്മാ പോയി തിരുവല്ലായിലെ സാഹിബിനോടൊന്ന് പരിശോധിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നേരെ കാരിത്താസിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം പറഞ്ഞു, അവിടെ പറഞ്ഞത് ശരിയാ, വോക്കൽ കോഡിന് ക്യാൻസറാന്ന് പറഞ്ഞു. ഒന്ന് എഴുന്നേറ്റ് വെച്ചാൽ ഒന്ന് എഴുന്നേറ്റ് തൊണ്ടിരിപ്പുണ്ട് ഉണ്ട്. ഇരുന്നു വോക്കൽ കോഡിന്. അപ്പോൾ കുറച്ച് ദിവസം അവിടെ ശബ്ദം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പിന്നെ കംപ്ലീറ്റ് ശബ്ദം പോയി. സ്തോത്രം. പിന്നെ അടിയന്തരമായിട്ട് ഓപ്പറേഷനായി, ഹീമോ ആയി, റേഡിയേഷനായി, അങ്ങനെ കുറേ പരിപാടി നടന്നു. ഇപ്പം ശബ്ദമെല്ലാം തിരിച്ചു കിട്ടി. ഇപ്പം ഇങ്ങനെ വണ്ടി ഓടി തന്നെയാണ്. ഉറങ്ങാൻ സമയമില്ല, ഞാൻ ഉറങ്ങും, പുള്ളി വണ്ടി ഓടിക്കും. അലലി പറഞ്ഞേ, അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ശബ്ദത്തിലൊന്നും വലിയ കാര്യം ഇല്ല. അതുകൊണ്ട് ഇപ്പം വോക്കൽ കോഡ് ഉള്ളപ്പോൾ ഉറക്കെ അലലിയൊക്കെ പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇവിടെ എന്തെങ്കിലും തട്ടിക്കൂട്ടുക എന്നല്ല. കർത്താവ് വരുമ്പോൾ അവന്റെ അടുക്കൽ നമ്മൾ പോണം. പ്രത്യക്ഷതയെങ്കിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് രണ്ട് കാര്യം പറയാനേ സമയമുള്ളൂ. ഞാൻ ഒരു 10-40 കാര്യം എഴുതിയിട്ടുണ്ടാവും, ഒന്നും പറയാൻ സമയമില്ല. ഒരു കാര്യം വായിച്ചേ, പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-11 വാക്യം വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ,
നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ പത്രോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ. എന്തിനാണ് വിളിച്ചത്, എന്തിനാണ് തെരഞ്ഞെടുത്തതെന്ന് ഓരോരുത്തരും ഉറപ്പാക്കണം. അങ്ങനെ അധികം ഉറപ്പാക്കിയാൽ, വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിയാൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വരവിൽ അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ പ്രവേശനം. അപ്പോൾ യേശു വരുമ്പോ പോണമെങ്കിൽ ഓരോരുത്തരും അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മോശെ എന്തിനാ വിളിച്ചേ? തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത കനാനിൽ കൊണ്ടയാക്കാൻ. യോശുവ എന്തിനാ വിളിച്ചത്? വാഗ്ദത്ത ദേശം പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ജാതീയ ശക്തികളെ യുദ്ധം ചെയ്ത് തോപ്പിച്ച് മനോഹര ദേശത്ത് അളവുനൂല് പിടിച്ച് 12 ഗോത്രക്കാർക്ക് കുലം കുലമായി ഗോത്രം ഗോത്രമായി വിഭജിച്ചു കൊടുക്കാൻ. ശൗമേലിനെ എന്തിനാ വിളിച്ചത്? ദർശനം നഷ്ടപ്പെട്ട് കണ്ണു മങ്ങിപ്പോയ ഏലിയെ ദൂത് പറഞ്ഞ് കാര്യം മനസ്സിലാക്കിയിട്ട് വചനം ദുർലഭമായെടുത്ത് വചനമുള്ള വെളിപ്പാടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശൗമേലിനെ വിളിച്ചു. ഹലോ, ദാവീദിനെ എന്താ വിളിച്ചത്? ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യ വ്യാപാരങ്ങളെ തകർത്ത്, ഗോലിയാത്തിനെ തകർത്ത് ജനത്തെ സ്വതന്ത്രമാക്കി അവന്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടായി കൊടുക്കാൻ ആരെ എടുത്തു? ദാവീദിനെ. പൗലോസിനെ എന്തിനാ വിളിച്ചത്? 35 പരം രാജ്യങ്ങളിൽ വാഹന സൗകര്യമില്ലാത്ത കാലത്ത്, ബോട്ട് യാത്രയും കപ്പൽ യാത്രയും മാത്രമുള്ള കാലത്ത് ആ രാജ്യങ്ങളെ സുവിശേഷീകരിച്ച് അവിടെ ഉണ്ടായിരുന്ന അർത്തമിസിനെയൊക്കെ വേരോടെ പറിച്ച് അവിടെയൊക്കെ സഭ സ്ഥാപിച്ച് ഒരു 14 ലേഖനം നമുക്ക് എഴുതി തരാൻ. ഹലോ, ബിജുവിനെ CS-നെ എന്തിനാ വിളിച്ചത്? മദ്യപന്മാരായി, പുകവലിക്കാരായി, ലഹരിക്കടിമയായി, കുലപാതകികളായി, നാടിന് ശാപമായി, വീടിന് ഭാരമായി നിൽക്കുന്ന ചിലതിനെയൊക്കെ തീന്ന് വലിച്ചെടുത്ത് ദൈവരാജ്യത്തിലാക്കി ദൈവസഭ പണിയാൻ. ഓ, ഇന്ന് രാത്രി വിളിയും തെരഞ്ഞെടുപ്പും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരുടെ വിളിയുടെയും പിൻപിൽ ദൈവത്തിന് പ്രത്യേകമായ പർപ്പസ് ഉണ്ട്. അപ്പൊ നീ ഈ ഉപവാസന 18ാമത്തെ രാത്രി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ബിജു CS-നെ വിളിച്ചെന്തിനാന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ മനസ്സിലായി. PC ചെറിയാനെ വിളിച്ച് എന്താന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നെ എന്തിനാ വിളിച്ചേ ഒന്ന് ചോദിച്ചു എല്ലാവരും. എന്നെ എന്തിനാ കർത്താവ് വിളിച്ചേ? പാട്ട് പാടുമ്പോൾ കൈയടിക്കാനാണോ? അതോ പാട്ട് ക്ലൈമാക്സ് എത്തുമ്പോൾ അന്യഭാഷ പറയാനാണോ? പാടുന്ന കൊച്ചിനെ പരവേശം കയറി നമുക്കൊരാവേശം കയറി. ഹലോ, അതിനാണോ എന്നെ വിളിച്ചേ? എന്നെ എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചേ. എന്തിനാ എന്നെ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചേ. അങ്ങനെ ചെയ്താൽ, വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിയാൽ നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം. 2 വിവരിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 34 മുതൽ വേഗം വായിക്കണം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന ആ ദിവസം നിങ്ങൾക്ക് ഒരു കണി പോലെ, പെട്ടെന്ന് ഒരു കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വായിച്ചു. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും
മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്. മനുഷ്യപുത്രനായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു. എന്തിനാ ഉപവാസം വെച്ചേക്കുന്നേ? എന്തിനാ ഉപവാസം വെച്ചേക്കുന്നേ? അവന്റെ പ്രത്യക്ഷതയിൽ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന്. എന്റെ കൂടെ ഒന്ന് വരണേ. ഇപ്പൊ നമ്മുടെ ചിന്ത എന്താണ്? അതിഭക്ഷണം, പിന്നെ മദ്യപാനം, പിന്നെ ഉപജീവന ചിന്ത, പിന്നെ ആ ദിവസം. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ അതിഭക്ഷണം കഴിക്കുന്നവരാണോ? പിണങ്ങല്ലേ. രാവിലെ വീട്ടിൽ നിന്ന് നമുക്കൊരു ചായ കിട്ടിയാലും നമുക്ക് നിവർത്തിയുടെ തട്ടുകടയിൽ ഒരു ചായ എന്ത് ചെയ്യും? കുടിക്കും. വീട്ടിൽ നിന്ന് 2 ദോശയും ഒരു ഓംലേറ്റും കഴിച്ചിട്ട് വന്നാലും തട്ടുകടയിൽ നമ്മളൊരു 2 ദോശയും ഒരു ഡബിൾ ഓംലേറ്റും. ഹലോ, ഈ വയറ്റിൽ അതൊക്കെ എന്തോ ഉണ്ടെന്നാ. പ്രൈസലോ, പ്രൈസലോ. ചിലർ തിന്നാൻ വേണ്ടി അങ്ങ് ജീവിക്കുകയാണ്. എന്നാൽ ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരുമുണ്ട്. രണ്ടും 2 കൂട്ടരാണ്. ഒന്ന്, ചിലരൊക്കെ എന്തിനു ചെയ്യുന്നു? ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നു. ചിലർ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു. നമ്മൾ ഏത് ഗ്രൂപ്പിലാ? പറ. പ്രൈസലോ. കഴിക്കണം കേട്ടോ, അത് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം, അല്ലാതെ തിന്നാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ഹോളിൽ അതില്ലെന്ന് കൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണാനല്ലോ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഫെലോഷിപ്പ് ഹോളുണ്ട്. എല്ലാ ചർച്ചിനോട് ചേർന്ന് തന്നെ ഉണ്ട് ഒരു ഫെലോഷിപ്പ് ഹോൾ. അവിടെ ചായ അനത്താം, ചായ കുടിക്കാം, മെഷീനിൽ നിന്ന് ചായ വരുത്താൻ എന്ത് ചെയ്യാം? വരുത്താം. എല്ലാ സംവിധാനമുണ്ട്. തേയില വേറെ, കാപ്പി വേറെ, ലെമൺ ടീ വേറെ, എല്ലാം വെച്ചിട്ടുണ്ട്. സുലൈമാനിക്കുണ്ട്, അതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ചിലർ വന്നാൽ 12 മണിക്കൂർ അതിനകത്താം. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗിച്ചേച്ച് വരിക പാസ്റ്റേ. അപ്പം സമയമില്ലല്ലോ. അപ്പോൾ ഒരു സഭായോഗത്തിന് രാവിലെ എനിക്ക് വേണ്ടി സമയം വെച്ചേക്കുക. അവിടെ ചെന്ന് സങ്കീർത്തനമില്ലാതെ എന്നെ കൊണ്ട് പ്രസംഗം വെച്ച് തിരിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? എന്നെ ഔദ്യോഗികമായി വിളിച്ചെടുത്ത് പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചേച്ച് ഓടി ഇവിടെ വരുമ്പോൾ ഇവിടെ ആളുകളെല്ലാം വെളിയിൽ നിൽക്കുന്നു, കാപ്പി കുടിക്കുന്നു, ചിലർ ബിസ്ക്കറ്റ് കഴിക്കുന്നു, ചിലർ സ്നാക്സ് കഴിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു യോഗം തീർന്നു. അപ്പോൾ എൻ്റെ സമയം തെറ്റിപ്പോയല്ലോ. വാസൽ ഇവരാണ് എന്നെ ടിക്കറ്റ് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദറെ യോഗം കഴിഞ്ഞു ചോദിച്ചു. ഓ ഇല്ല പക്ഷേ യോഗം നടക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ ഇതല്ല അതിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പകുതി പേരും വെളിയില്ല. അകത്ത് പാവം ഭയങ്കര യോഗം നടക്കുകയാണ്. ഹലോ. അപ്പോൾ അവിടെ കുറച്ച് പേര് വരുന്നുണ്ട്. എന്തിനു വരുവാണ്? ഇതെല്ലാം സംവിധാനം വെച്ചേക്കുവാണല്ലോ. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്ത. ചർച്ച വന്നിരിക്കുന്നതിൽ ചിന്ത മൊത്തം എന്തോ? നാളത്തെ കാര്യം എങ്ങനെയാന്നുള്ള ഉപജീവന. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഭാരപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ നിനക്ക് ആ ദിവസം, ഏത് ദിവസം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ദിവസം നിനക്കൊരു കെണിയാകരുത്. എല്ലാവരും എന്നോട് ഉണ്ടോ? ആ ദിവസം നിനക്കൊരു കെണിയാകാതിരിപ്പാൻ നീ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്തിനാണ് പ്രാർത്ഥന? ആ ദിവസം നിനക്ക് നഷ്ടപ്പെടാതിരിപ്പാൻ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു വരും. അവന്റെ വരവെങ്കിൽ നീ കൈവിടപ്പെട്ടു പോകരുത്. നീ കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി. ഹല്ലേലൂയ. നിങ്ങളെ ലൂക്കോസ് 19:41 വായിച്ചേ. പെട്ടെന്ന് അവൻ നഗരത്തിൽ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ 4 പുറത്തും നിന്നെ ഞെരുക്കി നിന്നെയും
നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇരിക്കുന്ന കാലം വരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, വായിച്ചോണ്ടിരിക്കല്ലേ. കഴുതക്കുട്ടിപ്പുറത്ത് കയറി വലിയ ആരാവാരമുള്ള ഹോശന്നായുടെ ആഘോഷത്തിൽ ഒരു രാജാവ് എഴുന്നള്ളി വരികയാണ്. ഇസ്രായേലിന്റെ വലിയ പ്രതീക്ഷ നിവർത്തിക്കാൻ പോകുകയാണ്. ചെറു കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്ന രാജാവിനെ കണ്ട് മതിമറന്ന് ജനം ആരാധിക്കുകയാണ്. സെഖര്യാവിന്റെ പ്രവചനം നിവർത്തിക്കപ്പെടുന്നത് പോലെ അവർക്ക് തോന്നി. അവർ അന്തരീക്ഷം മറന്ന് ആലയം വരെ ഞെട്ടുന്ന ശബ്ദത്തിൽ ഓശാന പാടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നേരം കഴുതക്കുട്ടിപ്പുറത്തിരിക്കുന്നവൻ മാത്രം കരയുക. ഇവിടെ നോക്കിയേ, നമ്മുടെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഉറങ്ങുന്നത് പോലെ, ചിലർ ഉറങ്ങുമ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുന്ന പോലെ ഞാൻ പറയുമ്പോൾ ഉറങ്ങാൻ തോന്നുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. കണ്ണടച്ചിരിക്കില്ല, നിങ്ങൾ ധ്യാനിക്കായിരിക്കും എൻ്റെ മെസ്സേജ് ശരിയാകാൻ. ഞാൻ ധ്യാനിച്ചേച്ച് വന്നതാ. അപ്പം എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ധ്യാനിക്കണ്ട, കണ്ണു തുറന്നിരുന്നേ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച്, ഞാൻ കണ്ണു തുറന്ന് പ്രസംഗിക്കുന്ന ആളാണ്, കണ്ണടച്ച് പ്രസംഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും കണ്ണടച്ചെന്ത് ചെയ്യണം? ഞാൻ കണ്ണു തുറന്ന് ഒരല്ലേ പറഞ്ഞ്. ഈ വലിയ ബഹളത്തിനിടയ്ക്ക് പുരോഹിതന്മാർ എന്ന് പറഞ്ഞു, ഇവന്മാരോട് മിണ്ടായിരിക്കാൻ പറ. എന്തൊരു ബഹളം, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? എന്നെ കത്ത പറഞ്ഞ അവന്മാർ ബഹളം വെച്ചില്ലേ കല്ലുകൾ ബഹളം വെക്കും. നീ ഇവരെ മിണ്ടാതാക്കിയ കല്ലുകൾ എന്ത് ചെയ്യും? പക്ഷെ ഇതെല്ലാം നടക്കുമ്പോൾ ഒരാൾ കരയുക. ആരാണ്? യേശു. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്. യേശു അടുത്തൊരു 30 വർഷങ്ങൾക്ക് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ആത്മാവിൽ കാണുക. ഹോ, വർത്തമാനകാലം അറിയാവുന്ന കർത്താവ്, ഭൂതകാലം അറിയാവുന്ന കർത്താവ് ഭാവികാലം കാണുകയാണ്. ജനമെല്ലാം കൂടെ യേശു രാജാവായി എഴുന്നള്ളുന്നത് കണ്ട് ഹോശാന പാടുമ്പോൾ, ഈ ദേവാലയത്തിന്റെ സൗന്ദര്യം കാണുമ്പോൾ, യേശു അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് കാണുന്നു. ഒരു 3 ലക്ഷത്തിലധികം യഹൂദന്മാരെ നിർദാക്ഷിണ്യം തീത്തോസ് കൈസർ കൊല്ലുന്നത് കാണുന്നു. ഗർഭിണികളായ സഹോദരിമാരുടെ വയർ വാളുകൊണ്ട് പിളരുന്നത് കാണുന്നു. അകത്ത് കിടക്കുന്ന വാക്തത്വമുള്ള കുഞ്ഞുങ്ങളെ അരിയുന്നത് കാണുന്നു. രക്തം യെരൂശലേമിൽ കൂടെ ഒഴുകുന്നത് കാണുന്നു. തോടല്ല, രക്തം ഒഴുകുന്നു. അത് കുതിരകളുടെ കടിവാരം വരെ ഉയരുന്നു. ഇതെല്ലാം യേശു കഴുതക്കുട്ടിപ്പുറത്തിരുന്ന് കാണുകയാണ്. ഹലോ, നമുക്ക് ഇന്ന് രാത്രി 9 വരെയുള്ള അറിയാം. 9:30 കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്നവരാരുണ്ട് ഇവിടെ? ഓ, പക്ഷെ യേശു നമ്മുടെ ഭാവി ഭൂതകാലം അറിയാം. ഇന്നലെ നീ ആരായിരുന്നു? വർത്തമാനകാലം അറിയാം, ഇന്ന് നീ ആരായിരിക്കുന്നു? നിന്റെ ഭാവി യേശുവിനറിയാം. ഹല്ലേലൂയ. ഇപ്പോൾ യേശു കരയുന്ന നയീനിലെ കൊച്ചന്റെ മരണം കണ്ടല്ല, ലാസറിന്റെ പെങ്ങളുടെ കരച്ചിൽ കണ്ടല്ല. ഇപ്പൊ കരയുന്നത് യേശുവിന് ഇപ്പോൾ ഒരു 33 വയസ്സ്. അടുത്ത 30 വർഷം കഴിഞ്ഞ് AD 65 സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഇപ്പൊ കാണുക. കണ്ടിട്ട് പറയുക, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. നിന്റെ സന്ദർശനകാലം ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെയും നിന്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ആ ഓരോ സന്ദർശനവും നിന്നെ ഒന്ന് ചേർക്കാൻ ഞാൻ നോക്കിയതാ. ആ ആക്സിഡന്റ് എന്റെ സന്ദർശനമായിരുന്നു. ആ രോഗം എന്റെ സന്ദർശനമായിരുന്നു. ആ കടഭാരം എന്റെ സന്ദർശനമായിരുന്നു. ആ ബിസിനസ് പൊട്ടിയത് എന്റെ സന്ദർശനമായിരുന്നു. പക്ഷെ നിനക്ക് മനസ്സിലാകാൻ പിശാചാരിച്ചല്ല ആട്ടിത്തുപ്പി വിട്ടു. എല്ലാത്തിനെയും ആട്ടിവിടല്ല. എല്ലാം പിശാചല്ല, എല്ലാം പോരാട്ടമല്ല. ചിലതൊക്കെ എന്റെ ദൈവത്തിന്റെ സന്ദർശനമാ. നീ ഇന്ന് രാത്രി തിരിച്ചറിയണം, എല്ലാം പോരാട്ടമല്ല. മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കണം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പോരാട്ടമല്ല. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ചിലത് സന്ദർശനമായിരുന്നു കേട്ടോ.
ഒന്ന് ഓർത്തു നോക്കിയേ ആ സംഭവിച്ചത്, ആ അനർത്ഥം, ആ പ്രതികൂലം, ആ കഷ്ടത നിന്നെ ഒന്ന് അടുപ്പിക്കാൻ, നിന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ എന്റെ ദൈവത്തിന്റെ സന്ദർശനമായിരുന്നു. ഇപ്പോൾ യേശു കരയുക, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഹലോ, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. അതുകൊണ്ട് ആ ദിവസം നിനക്ക് ഒരു കെണി പോലെ വന്ന് ഭവിക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാനൊക്കെ അങ്ങനെ ചില സന്ദർശനം വന്നതുകൊണ്ടാ സ്റ്റേജിൽ നിൽക്കുന്നേ. ഹല്ലേലൂയ. നിന്നെ ഇന്നൊന്ന് ഒരുക്കിക്കൊണ്ട് വരാൻ ആ പ്രശ്നത്തെ നശിപ്പിക്കാനല്ല, ആ പ്രശ്നം നിന്നെ യേശുവിനെ അടുപ്പിക്കാനാ. ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കഷ്ടത, ഈ പ്രതികൂലം, ഈ പ്രതിസന്ധി, ഓ ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുമല്ലോ. ആരാണ് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ പോകുന്നത്? ഒന്ന് രണ്ട് വാക്യം വായിച്ച് നമുക്ക് വേഗം നിർത്താം. ആ കൊരിന്ത്യ ലേഖനം 15:23. 15:23 വേഗം വായിക്കണം. ഓരോരുത്തരും താൻ താന്റെ നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആരാണ് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്നത്? ആദ്യ ഫലം ക്രിസ്തു. പറഞ്ഞേ, ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. അല്ലാത്തവരാരും എടുക്കപ്പെടത്തില്ല. എന്നോട് പിണങ്ങല്ല, ക്ഷമിക്കണേ. ആരെ എടുക്കപ്പെടത്തുള്ളൂ? ക്രിസ്തുവിനുള്ളവർ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ IPC കയറി വാ, ചർച്ചക്കോട് കയറി വാ, ന്യൂ ഇന്ത്യ കയറി വാ, ഇൻഡിപെൻഡന്റ് കയറി വാ ഒന്നും വിളിക്കത്തില്ല. ആരെ കയറി പോത്തുള്ളൂ? ആദ്യഫലം ആരാ? ക്രിസ്തു. പിന്നെ ആരാ? ക്രിസ്തുവിനുള്ളവർ. ആരാണ് ക്രിസ്തുവിനുള്ളവർ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളുടെ. ക്രിസ്തുവിലുള്ളവന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചവനാ. ഒരല്ലേലൂയ പറയാം. ക്രിസ്തുവിനുള്ളവന്റെ ഒന്നാമത്തെ യോഗ്യത അവന്റെ ജഡം ക്രൂശിക്കപ്പെട്ടത്. ഉപവാസ പ്രാർത്ഥന നിന്റെ ജഡത്തെ ഇങ്ങനെ ക്രൂശിക്കുകയാണ്. ഞാൻ നിത്യേന മരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഉലകത്തിൽ ആരെയും പേടിയില്ലാത്തൊരു അപ്പോസ്തലനായിരുന്നു പൗലോസ്. ഫെലിക്സിന്റെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ് താൻ പറയുകയാണ്, ഞാൻ ധരിച്ചേക്കുന്ന ഈ ചങ്ങല ഒഴിച്ച് നീ സഹിതം എന്നെ പോലെ യേശുവിന്റെ പൈതലാകണമെന്ന എന്റെ ആഗ്രഹം എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ. കാട്ടിലെ ആപത്ത് പേടിയില്ല, കരയിലെ ആപത്ത് പേടിയില്ല, കൂട്ടു സഹോദരന്മാരുള്ള ചതിവ് പേടിയില്ല, കടലിലെ ആപത്ത് പേടിയില്ല, കപ്പൽ ഛേദം പേടിയില്ല, 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കണ്ടില്ലേ പുള്ളിക്ക് പേടിയില്ല, പാമ്പ് കൊത്തിയ പേടിയില്ല. ആകെ പേടിച്ചത് ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പൊ പൗലോസ് ഒറ്റ കാര്യമേ ഭയപ്പെട്ടുള്ളൂ. മെലിച്ചാദ്വീപിലെ പാമ്പിനെ അല്ല. രക്ഷിക്കപ്പെട്ട നീ നിർമ്മലത വിട്ടുപോമോ? ഏകാഗ്രത വിട്ടുപോമോ? ചതിക്കപ്പെടുമോ? ഒരല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തെല്ലാം സംഭവിച്ചാലും ഉപായത്താൽ ചതിക്കപ്പെട്ട ഹവ്വയ്ക്ക് പറ്റിയത് എനിക്ക് പറ്റത്തില്ലെന്ന് എത്ര പേർക്ക് ഉറപ്പ് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഏതു വിധേനയും നിന്നെ വഞ്ചിക്കാൻ, നിന്റെ നിർമ്മലത കളയാൻ ദുഷ്ടപിശാച് സകല അടവുമെടുക്കുമ്പോൾ നിന്റെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകാതെ. ഓ
ഹല്ലേലൂയ. ആരാണ് ക്രിസ്തുവിനുള്ളവര്? ജഡത്തെ ക്രൂശിച്ചവര്. ആരാണ് ക്രിസ്തുവിനുള്ളവര്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുന്നു. വിവരിക്കുന്നില്ല, ഇവിടെ ശ്രദ്ധിച്ച് വായിക്കാൻ സമയമില്ലല്ലോ. ക്രിസ്തുവേശുവിന്റെ ഭാവമുള്ളവരാകുക. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും. ആരാകുക? മുഖത്ത് കാർക്കച്ചു തുപ്പിയിട്ട്, കുടലുകൊണ്ട് ആ രോമം പിഴുതു പറിച്ചിട്ട്, കോലുകൊണ്ട് ആ മുഖത്ത് അടിച്ചവനെ നോക്കിയിട്ട് പറയാണ്, പിതാവേ, ഇവൻ അറിയാതെ ചെയ്യുക. ഞാൻ ആരാണെന്നോ നീ ആരാണെന്നോ ഈ അടിക്കുന്നവന് മനസ്സിലായിട്ടില്ല. അവൻ അറിയാതെ ചെയ്യുക. അവനോടങ്ങ് ക്ഷമിക്കണം. ഹലോ, എന്താ ക്രിസ്തുവേശുവിന്റെ ഭാവം? പ്രൈസ് ദി ലോർഡ്. സ്വർഗാദി സ്വർഗങ്ങൾ ഒതുങ്ങാത്ത തേജസ് ധരിച്ചവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര. അവൻ വസ്ത്രം അരിച്ചു വെച്ച് തോർത്തെടുത്തു. എന്നിട്ട് മീൻ പിടിക്കുന്ന മുക്കുവനായ പത്രോസിന്റെ കാല് കഴുകി. ക്രിസ്തുവേശുവിന്റെ ഭാവം. ഹലോ, ആരാ കാല് കഴുകിയേ? സാക്ഷാൽ ദൈവമായിരുന്നവൻ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സാധാരണക്കാരനായവന്റെ കാലെന്ത് ചെയ്തു? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒറ്റിക്കൊടുക്കാൻ ലാസ്റ്റ് മൊമെന്റ് കൈയിരിക്കുന്ന അപ്പം മേടിച്ച് തിന്നുകൊണ്ട് പോകരുത്. എന്നാൽ ഇവനത് തിന്നാതെ പോകണ്ടേ? പെസഹായുടെ അപ്പം മേടിച്ച് യേശു ചാറ് മുക്കിയതിനകത്ത് അവനും എന്ത് ചെയ്തു? അവന്റെ അപ്പം അതിനകത്ത് മുക്കിയേ. എന്നോടുകൂടെ ചാറിൽ കരം അപ്പം മുക്കുന്നവൻ എന്നേരം വിളിച്ചു, സ്നേഹിത, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യും. എന്നേരം വിളിച്ച് എന്തുവാ? സ്നേഹിത. ഉമ്മ വെക്കാൻ നേരത്തെ ചോദിച്ചു, സ്നേഹിത, ഒരു ചുംബനത്താലോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. എന്നേരം എല്ലാം വിളിച്ച പേരെന്തുവാ? സ്നേഹിത എന്ന്. കർത്താവ് ആ ഭാവം നമ്മക്കുണ്ടോ? തള്ളി പറഞ്ഞു, മുടി പിച്ചി പറിച്ചു, പ്രാഗി, ആണയിട്ടു. ആര്? പത്രോസ്. അവനെ വിളിക്കാണ്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുകൊണ്ട്. ഇത്രയും അപമാനിച്ചോന്റെ അടുക്കൽ ആരെങ്കിലും കൂട്ടാൻ പോകുമോ? അല്ല, എനിക്ക് മനസ്സിലാക്കാൻ ചോദിക്കുക. ഈ തൂപ്പുകാരി പെണ്ണുമ്പിള്ള ചോദിക്കുകയാണ്, നീ ആ യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലേ? നീ ആ ഡെലിവറൻസിൽ പോകുന്ന ആളല്ലേ? ഡെലിവറൻസോ യേശു അതാരാ? പത്രോസ് ചോദിക്കുക, അത് ഞാൻ ഒരു പേര് പോലും. പ്രൈസ് ദി ലോർഡ്. അവള് പറഞ്ഞല്ല, നീ അവൻ്റെ കൂടെ ഉള്ളവനാ. ഉടനെ പറയണ, ഈ നശിച്ച കാലം കാരണം തീ കായാൻ പോലും ഒക്കത്തില്ല. അവൻ തലയെ കൈവച്ച് പ്രാഗി എന്ന. എന്തായിരിക്കും പ്രാഗിയെ? ഈ ഒരു മനുഷ്യൻ കാരണം തീ കായാൻ പോലും. ഹലോ, മനസ്സിലാക്കുന്നുണ്ടോ? അവൻ്റെ ഇടയ്ക്ക് രാവിലെ വന്നേക്ക വെളുപ്പിനെ, നേരം പരാ വെളുത്തു വരുന്നേ ഉള്ളൂ. നേരം വെളുപ്പിനെ കടൽക്കര വന്നു, കുഞ്ഞുങ്ങളെ. ഓ, എന്തൊരു വിളിയാ, കുഞ്ഞുങ്ങളെ. ഓ, ഹല്ലേലൂയ. ക്രിസ്തുവേശുവിലെ ഭാവം. നമ്മളാണെ പറഞ്ഞ പോയാൽ പോട്ടെ, ആ കടക്കനിട്ടോ പോയാൽ കുടുക്കനിട്ടോ വന്നോളൂ. നമുക്കിവിടെ 3.5 കോടി ജനമുണ്ടല്ലോ കേരളത്തിൽ. ഓസ്ട്രേലിയ മൊത്തം കൂടെ പുറകെ 3 കോടിയില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര ഉണ്ട്? 140 കോടി ജനം നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ. അപ്പോൾ ഒരുത്തൻ പോയാൽ അവൻ്റെ പോക്കിന് ഇപ്പം അവൻ്റെ പുറകെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? എടുക്കപ്പെടണമെങ്കിൽ ഇനി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ ആഗമനവും സംബന്ധിച്ച് ക്രിസ്തുവേശുവിലെ പാപമുള്ളവരായിരിക്കണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചവനായിരിക്കണം.
ഹോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഇങ്ങനെ ഭാരപ്പെട്ടിട്ട് നീ പ്രാർത്ഥനാ സമയം കളയാതെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ, ഇന്ന് രാത്രി ഞാൻ മരിച്ചാലും എടുക്കപ്പെടാൻ തടസ്സമായിട്ട് ഇനി എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ ഈ 18ാമത്തെ രാത്രിയിൽ എന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകണമേ, ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഓ, ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ഒരു തേജസ് നിന്റെ മേൽ വ്യാപരിക്കട്ടെ. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. അപ്പൊ ക്രിസ്തുവിലുള്ളവനാകണമെങ്കിൽ എന്തു വേണം? ആത്മാവിനെ വേണം. ഏതാത്മാവ്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളെയും അവന്റെ വരവെങ്കിൽ അവനോടുകൂടെ ഉയർപ്പിക്കും. അപ്പൊ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നിന്നിൽ എന്തോ വേണം? യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിനെ വേണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ കൈയടിപ്പിക്കാനല്ല, എടുക്കപ്പെടാനാ. ഹല്ലേലൂയ. നിനക്ക് ആത്മാവിനെ പ്രാപിച്ചെങ്കിലേ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. അവൻ വരുമ്പോൾ നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ, ഓ ഹല്ലേലൂയ, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, ഒരു തേജസ് പ്രാപിക്കണമെങ്കിൽ, ഒരു നല്ല ഉയർപ്പ് പ്രാപിക്കണമെങ്കിൽ, ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നത് നിർത്തി പ്രാർത്ഥിക്കാൻ പോകുക. ഒറ്റ കാര്യം പറഞ്ഞു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവര് മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അല്ലാതെ ചത്തോരെല്ലാം കൂടെ ഉയർക്കുമെന്നല്ല. ക്രിസ്തുവിൽ മരിച്ചവര് മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എല്ലാരും പറഞ്ഞേ, മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ പേരാണ് മേഘം. എന്താണ് മേഘം? എൻ്റെ മേഘത്തിന്റെ പേര് ഐക്ലൗഡ്. എന്താണ് പറഞ്ഞ എല്ലാവരും? അതിനകത്താണ് എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വെച്ചേക്കുന്നത്. ഇപ്പം എൻ്റെ ഐഫോൺ നഷ്ടപ്പെട്ടാൽ വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ ഐഫോണിൻ്റെ കമ്പനി ചെയ്ത് കടയിൽ ചെല്ലുന്നു, എൻ്റെ നമ്പർ പറയുന്നു, അത് വെള്ളത്തിൽ വീണ് പോയി, സാധനം നഷ്ടപ്പെട്ടു, എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അതിൽ കിടക്കുക. അവർ പറയും വിഷമിക്കുകയൊന്നും വേണ്ട. അവരത് മുഴുവൻ കമ്പ്യൂട്ടറിൽ കൂടെ എന്ത് ചെയ്യും? തിരിച്ചെടുത്തിട്ട് പുതിയ ഫോണിൻ്റെ പൈസ കൊടുത്താൽ മതി, അതിനകത്താക്കി നമുക്ക് തരും. സ്തോത്രം. അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തതൊക്കെ അതിനകത്ത് കിടക്കും. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോറേജ് കൂടുമ്പോൾ അതല്ലേ എൻ്റെ മേഘത്തിൽ സൂക്ഷിക്കാം. ഇവിടെ സ്റ്റോറേജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാം? മേഘത്തിലോട്ട് സൂക്ഷിക്കാം. ആ മേഘമാണ് എന്നെ പൊതിയാൻ വരുന്നത്. അപ്പൊ അച്ഛൻ അറിയാതെ ഡിലീറ്റ് ചെയ്തതും ആ മേഘത്തിലുണ്ട്. അമ്മാമ്മ അറിയാതെ ഡിലീറ്റ് ചെയ്തതും ആ മേഘത്തിനകത്ത് ഉണ്ട്. എത്ര ഹാർട്ടിന്റെ പടം വിട്ടു, എത്ര ഗുഡ് നൈറ്റ് പറഞ്ഞു, എത്ര ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ ഡിലീറ്റ് ആകും, അവിടെ ഡിലീറ്റ് ആകത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഇവിടെ ഡിലീറ്റ് ആകും, അവിടെ ആകത്തില്ല. മേഘത്തിൽ സ്റ്റോറേജ് അല്ലേ? ആ മേഘമാണ് ഇറങ്ങി വന്നിനെ എന്ത് ചെയ്യുന്നേ? പൊതിയുന്നേ. എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ പിന്നെ സാക്ഷി വേണ്ട. അതിനകത്ത് മൊത്തം കാര്യം ഉണ്ടല്ലോ, ഒന്നും മിണ്ടുന്നില്ല. നിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഉള്ള മേഘമാണ് നിന്നെ വന്ന് പൊതിയുന്നേ. അതിനകത്ത് നിന്റെ മുഴുവൻ കാര്യമുണ്ട്. മേഘം തുറക്കുമ്പോൾ നിന്റെ കാര്യം മുഴുവൻ ഇങ്ങനെ AI വരുന്ന പോലെ ഇനി വരും. സ്തോത്രം പറഞ്ഞില്ല. അതിന് മേഘത്തിൽ എടുക്കുമെന്ന് എങ്ങനെ തെളിവ്? മറുമലയിൽ യേശു രൂപാന്തരപ്പെട്ടു.
രൂപാന്തര മലയിൽ മോശയും ഏലിയാവും ഇറങ്ങി വന്നു. മോശ മരിച്ചടക്കപ്പെട്ടവരുടെ മുഴുവൻ പ്രതിനിധിയാണ്. ഏലിയാവ് മരിക്കാതെ എടുക്കപ്പെടുന്നവരുടെ മുഴുവൻ പ്രതിനിധിയാണ്. രണ്ട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സാണ് വന്നേക്കുന്നത്. ഒന്ന് മരിച്ചടക്കപ്പെട്ടവന്റെ പ്രതിനിധി, രണ്ട് മരിക്കാതെ എടുക്കപ്പെടുന്നവന്റെ പ്രതിനിധി. പെട്ടെന്ന് പത്രോസ് നമ്മുടെ യോഗത്തിൽ നിന്ന് ഉറക്കമുണർന്നു. ഉടനെ നോക്കിയപ്പോൾ 3 പേരിരിക്കുന്നു. ഏലിയാവ് ഇരിക്കുന്നു, മോശ ഇരിക്കുന്നു, യേശു ഇരിക്കുന്നു. ഭൂമിയിൽ അലക്കാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത തേജസ്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു 3 വീട് ഇപ്പം തന്നെ വെച്ചേക്കാം. ഇന്നലെ പുള്ളി ടാക്സ് അടയ്ക്കാൻ നിവൃത്തിയില്ല, ഞെട്ട് മീനെ പിടിച്ച ടാക്സ് അടച്ച്. ആ പുള്ളി ഇപ്പം പറയാം 3 വീട് എന്ത് ചെയ്തേക്കാം. ഉറക്കപ്പിച്ച് എന്തെങ്കിലും പിടിച്ച് പറയാം, അതിലൂടെ നമ്മൾ കുറിച്ച് വെക്കല്ലേ. സ്തോത്രം. 3 വീട് ഇപ്പം തന്നെ വെച്ചേക്കാം. പെട്ടെന്നൊരു മേഘം വന്നു. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. പെട്ടെന്നൊരു മേഘം വന്നു. മേഘത്തിൽ ഏലിയാവും മറഞ്ഞു, മോശയും മറഞ്ഞു, പിന്നെ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. മരിച്ചവരുടെ പ്രതിനിധി മേഘത്തിൽ മറഞ്ഞു, മരിക്കാതെ എടുക്കപ്പെട്ടവന്റെ പ്രതിനിധി മേഘത്തിൽ മറഞ്ഞെങ്കിൽ ഇനിയും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും, ഓ ഹല്ലേലൂയ, മുമ്പേ മരിച്ചവർ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുകയും. എന്താ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ, ഈ ശരീരം മാംസവും രക്തവും ഉള്ളതാ. ഈ ശരീരം ഉരിഞ്ഞിടും. ഞാനൊരു രൂപാന്തര ശരീരം പ്രാപിക്കും. അപ്പോൾ മരിച്ചുപോയ കർത്താവിൽ മരിച്ചവൻ ഉയർക്കും. അവൻ ഉയർപ്പിന്റെ ശരീരം പ്രാപിക്കും. ഒന്ന് ഉയർപ്പിന്റെ ശരീരം, 2 രൂപാന്തര ശരീരം. ഒന്ന് രൂപാന്തര ശരീരം, ഒന്ന് ഉയർപ്പിന്റെ ശരീരം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഉയർത്തോൻ പാതാളത്തെ നോക്കി വെല്ലുവിളിക്കും. കഴിഞ്ഞ 50 വർഷം എന്നെ പൂട്ടി വെച്ചല്ലേടാ. ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള വിടടാ. സ്തോത്രം. ഉടനെ രൂപാന്തരപ്പെട്ട ഞാൻ പറയും, ഹേ മരണമേ, നീ എന്നെ കൊല്ലും പറഞ്ഞില്ലേ, നിന്റെ വിഷമുള്ളവിടെ. ഓ നല്ല ഹല്ലേലൂയ പറയണം. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ. ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ. ഓ ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു മേഘം എന്നെ എന്ത് ചെയ്യും? എന്തിനാണെന്നറിയാമോ? മോശയെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ പൈശാചിക ശക്തിയിലാവണമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ. പുള്ളി ഇപ്പം വിശുദ്ധനാണ്. ചെങ്കടൽ വിഭജിച്ചു, നൈൽ നെല്ല് വെള്ളം രക്തമാക്കി, പിന്നെ ഇസ്രായേലിനെ ഇവിടെ വെച്ച് പാറയിൽ നിന്ന് വെള്ളം ചാടിച്ചൊക്കെ ശരിയാണ്. എങ്ങനെ പുള്ളി 40 വർഷം മുമ്പുള്ള വേറൊരു കഥയുണ്ടല്ലോ. കൊണ്ടുപോകാൻ വരട്ടെ. ഈ പുള്ളി ഒരാളെ ഒറ്റയടിക്ക് കൊന്നതല്ലേ? തിക്കും പക്കും നോക്കി ആരും കണ്ടു നടപ്പം മണ്ണ് മാന്തി കുഴിച്ചിട്ടല്ലേ? അതിന്റെ സമാനം പറ. കൊണ്ടുപോകാൻ വരട്ടെ. ഹലോ, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ദേഷ്യം തിരുവോണം പാറക്കിട്ട് അടിച്ചല്ലേ? അതിന്റെ കാര്യം പറ. നീ കൊടുത്ത പ്രമാണം എറിഞ്ഞോടിച്ച് പൊട്ടച്ചു കളഞ്ഞല്ലേ? അതിന്റെ മറുപടി പറ. അങ്ങനെ ചാടിയും കൊണ്ടുപോകാൻ വരട്ടെ. ഹലോ, മോശയുടെ ശരീര സംബന്ധമായി ഇവൻ വാദിച്ചു. ഇപ്പൊ PC ചെറിയാനെ കൊണ്ടുപോകാൻ വരുമ്പോ PC ചെറിയാനാന്ന് അറിഞ്ഞാൽ ഇവൻ പറയും 24 വർഷത്തിന് മുമ്പ് ഒരു കഥയുണ്ടല്ലോ. ഇപ്പം പുള്ളി ഇങ്ങനെ വെള്ളയും ഇട്ട് നിന്നാലും. ഹലോ, അപ്പൊ എന്റെ ഇന്നലകളെ ചൂണ്ടി എന്റെ മേഘപ്രതിൽ തടയാതിരിക്കാൻ എന്നെ മേഘം പൊതിഞ്ഞാ പിന്നെ അകത്ത് PC ആന്ന് ആർക്കും അറിയത്തില്ല. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മേഘത്തിനകത്ത് നീയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിനകത്ത് നിന്നെ പൊതിഞ്ഞാ പിന്നെ പിശാചിന് നിന്നെ തടയാനൊക്കത്തില്ല. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവൻ നോക്കുമ്പോ ഇങ്ങനെ പുകന്ന് മേഘം പോകുന്നു. അതിനകത്ത് ബിജു പാസ്റ്ററാണോ, രാജു മേത്രയാണോ, PC ചെറിയാനാണോ, ബാബു ചെറിയാനാണോ, ആരാന്നൊരു പിടിയും കിട്ടത്തില്ല. മേഘമല്ലേ പൊങ്ങുന്നേ? ഈ ദിവസങ്ങളിലൊന്നിൽ മേഘങ്ങൾ പൊങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു പക്ഷേ ഉപവാസം തീരും മുമ്പേ ഓ ധീരാ മനാ ധരാ ധരാ ജനാ രഗത മനപരവശ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മേഘങ്ങൾ റെഡിയാ. ചേർക്കന്റെ വീട് റെഡിയാ.
കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കാൻ, നീ പോകാൻ റെഡിയാണോ? 18ാമത്തെ രാത്രിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നീ ഇന്ന് രാത്രി വിശുദ്ധി തികച്ച് നിർമ്മലത പ്രാപിച്ച് ഏതു സമയത്തും എടുക്കപ്പെടാൻ നീ അകം കൊണ്ട് ഒരുക്കപ്പെടട്ടെ. ഇന്ന് രാത്രി കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. വിശ്വസിക്കുന്നവർ കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട്, ഞൊടി നേരം കൊണ്ട് നമ്മളിവിടുന്ന് ഉയരാൻ പോകുകയാണ്, പറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. വേട്ടമല പീലിപ്പോസ് ഉപദേശി എന്ന് പറഞ്ഞ ഭക്തനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. നല്ല കരി പോലെ കറുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ചോറിനാൻ ചെന്നപ്പോൾ നല്ല വെളുത്ത 3-4 നേതാക്കന്മാരെ നല്ല ഡൈനിങ് ടേബിൾ ഇരുത്തി ആഹാരം കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇതുപോലെ ചെറിയൊരു ടീപ്പോയ്ക്ക് മേശയിൽ ഇല വെച്ച് ചോറ് വിളമ്പി കൊടുത്തു. വേട്ടമല പീലിപ്പോസ് ഉപദേശി അദ്ദേഹം ഒരു ദുഃഖത്തോടെ മാറ്റിയിരുത്തി ആഹാരം കൊടുത്തപ്പോൾ അദ്ദേഹം എഴുതി, നീതി സൂര്യൻ വരുമ്പോൾ തൻ്റെ പ്രഭയാൽ എൻ്റെ ഇരുൾ നിറം മാറും. സ്തോത്രം. എന്നിട്ട് തൻ്റെ കൂടവേ എന്നെ ഇരുത്തും. ഇവരുടെ കൂടെ എന്നെ ഇരുത്തിയില്ലെങ്കിലും അവൻ്റെ കൂടെ എന്നെ ഇരുത്തും. എൻ്റെ ഇരുൾ നിറം മാറും. ഹല്ലേലൂയ. സമയം പോയെന്ന് എനിക്കറിയാം, എങ്കിലും ആ 2 ലൈൻ, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തയാലൻ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിട്ടെന്നെ താൻ രാജരാജ പ്രതിമയെ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ തേജസ്സിൽ വെളിപ്പെടുമേ. ഒരൊറ്റ നിമിഷം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി പ്രത്യാശ കൊണ്ട് നിറയണം. ഇന്ന് രാത്രി ഒരു പക്ഷേ കാഹളം ധ്വനിക്കാം, അതല്ലെങ്കിൽ മരണം സംഭവിക്കാം. എന്തുമാകട്ടെ, ഞാൻ കൈവിടപ്പെട്ടു പോത്തില്ല, ഞാൻ എടുക്കപ്പെടുന്നവരുടെ ഗണത്തിലുണ്ട് എന്ന് ഉറപ്പുള്ളവരെല്ലാം കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളെയൊക്കെ മുൻപോട്ട് വിളിച്ച് എല്ലാവരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നൊക്കെ എൻ്റെ ഉള്ളത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ഈ രാത്രി അത് പ്രായോഗികമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും പകല് അനേകരുടെ ശിരസിന്മേൽ കരം വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവസന്നിധാനം ഒന്ന് എഴുന്നേറ്റ് പരമാർത്ഥതയോടെ നിർമ്മല മനസ്സോടെ ഒരിക്കലൂടെ ഒന്ന് ഏറ്റു പറഞ്ഞ് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ചേ. ചിറകടിച്ച് പറന്നുയരുന്നത് പോലെ അവൻ്റെ അടുക്കലേക്ക് പറന്നുയരുന്ന
നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ അവൻ നമ്മെ സ്വീകരിക്കാൻ മേഘത്തിലേക്ക് ഇറങ്ങി വരുന്ന, ഓ ഹല്ലേലൂയ, ഒരു മണവാട്ടിയുടെ കരം പിടിച്ച് മണവാള സ്വീകരിക്കുന്നത് പോലെ യേശു സഭയാകുന്ന കാന്തയെ സ്വീകരിക്കാൻ പോകുകയാണ്. കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, നിന്ദയില്ലാത്ത, അപമാനമില്ലാത്ത, ഒറ്റപ്പെടുത്തലില്ലാത്ത ഒരിടത്തേക്ക് നമ്മൾ പറക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി അകത്തെ മനുഷ്യർ പിടഞ്ഞു പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, അങ്ങയുടെ അഭിഷക്തന്റെ നേതൃത്വത്തിൽ ഈ പട്ടണത്തിന് നടുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭയെ അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിർമ്മലതയുള്ള, നിഷ്കളങ്കതയുള്ള, ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരുക്കപ്പെട്ട സഭയായി, ഓ ഹല്ലേലൂയ, കാഹളധ്വനിയെങ്കിൽ ഒരാൾ പോലെ കൈവിടപ്പെട്ടു പോകാതെ, ഞങ്ങൾക്കത് ലഭിക്കാതെ പോയി എന്ന് വരാൻ ആരുമിടയാകാതെ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കാഹളധ്വനിക്ക് വേണ്ടി കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു വിശുദ്ധ മണവാട്ടിയായി, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന ഒരു പ്രാവിനെ പോലെ ഈ ദിവസങ്ങളിൽ കുറുകി നരങ്ങി കാത്തിരിക്കുന്ന ഒരു സഭയായി സഭയെ തീർക്കണമേ. ഈ സഭ വളരട്ടെ. പട്ടണത്തിൽ ചില വിശാലതയുള്ള സ്ഥലം ദൈവം സഭയ്ക്കായി നൽകട്ടെ. പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള, ആയിരങ്ങൾ ആരാധിക്കാൻ സാധ്യതയുള്ള മനോഹരമായ ഒരു സ്ഥലം ദൈവത്താൽ ലഭിക്കട്ടെ. ഇതുവരെ ശത്രു കാണാതെ തന്റെ മക്കൾക്ക് വേണ്ടി മറച്ചു വച്ചിരിക്കുന്നത് ഈ ഉപവാസം കഴിയുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തണമേ. അതിനാവശ്യമായ എല്ലാ സോഴ്സുകളും ദൈവത്താൽ ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങൾ മാറട്ടെ. ഈ പട്ടണത്തെ ചലിപ്പിക്കുന്ന, ഈ കോർപ്പറേഷനെ ചലിപ്പിക്കുന്ന, ഈ മുനിസിപ്പാലിറ്റിയെ ചലിപ്പിക്കുന്ന, ഈ മെട്രോപൊളിറ്റൻ സിറ്റിയെ ചലിപ്പിക്കുന്ന ഒരഭിഷേകം ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ. ഒരു ലാവ ഒഴുകുന്നത് പോലെ, ഒരു അഗ്നിപർവ്വതം പൊട്ടി ലാവ ഒഴുകുന്നത് പോലെ ഈ ഉപവാസത്തിൽ അകത്തുനിന്ന് ഒരാത്മപ്രവാഹം പുറത്തേക്ക് ഒഴുകട്ടെ. ഇതിനകത്തുള്ളവരെയും ലൈവിലിരിക്കുന്നവരെയും യേശുവിൻ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ, നിന്റെ ദാസന്റെ മേൽ പുതിയൊരു നിയോഗം, പുതിയൊരു അധികാരം, പുതിയൊരു അഭിഷേകം ഈ രാത്രി വ്യാപരിക്കട്ടെ. തന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അഭിഷക്ത ഗണത്തെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ വേദിയിൽ കയറുമ്പോൾ തന്നെ ഒരു വലിയ ആത്മശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. വിരോധമായ സകല പോരുകളെ ഈ രാത്രി യേശുവിൻ നാമത്തെ നിർവീര്യമാക്കി, ഓ ഈ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.